വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും ചെയ്യണേ. പാലിന് തുല്യമായ കാൽസ്യം അടങ്ങിയ പഴം ഏത്? സപ്പോട്ട, അത്തിപ്പഴം, ആപ്പിൾ, സ്ട്രോബെറി. ആൻസർ അത്തിപ്പഴം. രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന ലോഹം ഏത്? സോഡിയം, കാൽസ്യം, പൊട്ടാസ്യം, ഇരുമ്പ്. ആൻസർ കാൽസ്യം. പച്ചസ്വർണം എന്നറിയപ്പെടുന്നത്? വാനില, ഏലം, കുരുമുളക്, വെണ്ട. ആൻസർ വാനില. നാവ് ഉപയോഗിച്ച് കണ്ണും ചെവിയും വൃത്തിയാക്കുന്ന മൃഗം? ആന, ജിറാഫ്, പശു, നായ. ആൻസർ ജിറാഫ്. ശരീരത്തിന് വെളുപ്പു നിറം നൽകാൻ സഹായിക്കുന്ന പഴം? നാരങ്ങ, മുന്തിരി, സീതപ്പഴം, വാഴപ്പഴം. ആൻസർ നാരങ്ങ. രാത്രിയിലെ ഏതു ഭക്ഷണം അസിഡിറ്റിക്ക് കാരണമാകും? മധുരം, പുളി, എരിവ്, ഉപ്പ്. ആൻസർ എരിവ്. ജനിക്കുമ്പോൾ വെളുത്ത പാടുള്ള മൃഗം? കരടി, സിംഹം, മാൻ, കുരങ്ങൻ. ആൻസർ മാൻ. ഏത് രോഗം വന്നാലാണ് ഉരുളക്കിഴങ്ങ് കഴിക്കാൻ പാടില്ലാത്തത്? തിമിരം, വെള്ളപ്പാണ്ട്, ഷുഗർ, അൾസർ. ആൻസർ ഷുഗർ. കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്ന പാനീയം? തൈര്, ഗ്രീൻ ടീ, കോഫി, പാൽ. ആൻസർ ഗ്രീൻ ടീ. വെറും വയറ്റിൽ വാഴപ്പഴം കഴിച്ചാൽ ഉണ്ടാകുന്ന രോഗം? അസിഡിറ്റി, തലവേദന, ഛർദി, അലർജി. ആൻസർ അസിഡിറ്റി. യവനപ്രിയ എന്നറിയപ്പെടുന്നത്? ഏലം, കാപ്പി, കുരുമുളക്, ഗ്രാമ്പു. ആൻസർ കുരുമുളക്. വീട്ടിൽ ഏത് ജീവി പെരുകുമ്പോഴാണ് കണ്ണേറ് ബാധിച്ചതായി കണക്കാക്കുന്നത്? കറുത്ത വണ്ട്, പഴുതാര, കറുത്ത ഉറുമ്പ്, പല്ലി. ആൻസർ കറുത്ത വണ്ട്. കണ്ണിനെയും കാഴ്ചയെയും സംബന്ധിച്ച ശാസ്ത്രീയ പഠനശാഖ ഏത്? ഓങ്കോളജി, ഓഫ്താമോളജി, ഓർണിത്തോളജി, ഫിസിയോളജി. ആൻസർ ഓഫ്താമോളജി. രാത്രിയിലെ ഏത് ഭക്ഷണം അസിഡിറ്റിക്ക് കാരണമാകും? എരിവ്, പുളി, ഉപ്പ്, മധുരം. ആൻസർ എരിവ്.